മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം വരുന്നത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചത് കേരളമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. AFA കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗ മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സിന്റേതാണ് പ്രതികരണം. കേരളത്തിന്റെ വാദം ഒരു തരത്തിലും ശരിയല്ലെന്ന് ഓൺ മനോരമയ്ക്ക് നൽകിയ പ്രതികരണത്തിൽ പറയുന്നു. മെസ്സി കേരളത്തിലേക്ക് വരുന്നുവെന്ന പ്രചാരണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. വിഷയത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്നും ഉത്തരം പറയണമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാർ പണം ചെലവഴിച്ചതിൽ മറുപടി വേണമെന്നും അല്ലെങ്കിൽ പണം ഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നും ഷാഫി പറമ്പിൽ MPയും ആവശ്യപ്പെട്ടു. വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ കരാർ ലംഘനം സർക്കാരും അതുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ഉണ്ടായതെങ്കിൽ പിന്നെ ഖജനാവിൽ നിന്ന് ഈ പണം ചെലവഴിക്കേണ്ടിയിരുന്നില്ല. ഖജനാവിന് ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അതിന്റെ മുഴുവൻ കണക്കുകളും പുറത്തു വന്നു. അങ്ങനെ സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ അതിന് വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷേ പൈസ തിരിച്ചടക്കാൻ CPM തയ്യാറാവണം. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് KR സാജുവും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരിഗോവിന്ദും. ആദ്യം സാജുവിലേക്ക്. സാജു, ഈ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വരവ് അനിശ്ചിതത്വത്തിലായതിന്റെ പൂർണ്ണമായ പഴി ആദ്യം മന്ത്രി വന്ന് പറഞ്ഞതും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്താണ് പ്രശ്നമെന്നാണ്. പിന്നീട് സ്പോൺസർ വന്ന് പറഞ്ഞതും പൂർണ്ണമായ പഴി ഈ AFAയുടെ മേലിൽ ചുമത്തിയാണ്. ഇപ്പോൾ AFAയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നു. അതിന്റെ ഉള്ളടക്കം എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നത്? ഓൺ മനോരമയ്ക്ക് അനുവദിച്ചിരിക്കുന്ന അഭിമുഖത്തിലാണ് AFAയുടെ മാർക്കറ്റിംഗ് മേധാവി തന്നെ വിശദീകരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളമാണ് കരാർ ലംഘനം നടത്തിയത് എന്നുള്ള നിലയിലാണ് ഈ വിശദീകരണങ്ങൾ വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പറഞ്ഞതിൽ നിന്നും സ്പോൺസർ പറഞ്ഞതിൽ നിന്നുമൊക്കെ ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള കരാർ ലംഘനമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മന്ത്രിയും സ്പോൺസറും തന്നെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ മെസ്സി കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ അർജന്റീനിയൻ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാനാകാതെ പോയതിന്റെ പ്രശ്നം കരാർ ലംഘനമാണ് എന്നാണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും അത് സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. അതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള പ്രഖ്യാപനം കായിക മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഇതോടുകൂടി ശക്തിപ്പെടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെസ്സി വരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഈ സ്പോൺസർ ആയിരുന്നില്ല. പ്രഖ്യാപനം നടത്തിയത് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ആയിരുന്നു. ശരിക്കും സംസ്ഥാന സർക്കാരിന് വലിയ റോളൊന്നും ഇല്ലാത്ത ഈ ഇടപാടിൽ എന്തിനിത്തരം ഉറപ്പുകൾ ആവുന്നതിന് മുമ്പ് പ്രഖ്യാപനം നടത്തി എന്ന ചോദ്യമുണ്ട്. അവിടെയാണ് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നത്.